ഏകപക്ഷീയ ഭേദഗതി എന്ന് ചോദിച്ചാൽ ഏകപക്ഷീയ ഭേദഗതി തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ദുഷ്ടലാക്കോട് കൂടിയുള്ള ഭേദഗതി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഇത് നേരത്തെ പാർലമെന്റിൽ വഖഫുമായി ഭേദഗതി അവതരിപ്പിച്ചു. അതിന്മേൽ വലിയ പ്രതിഷേധമുണ്ടായി. പാർലമെന്റിൽ നിന്നും പ്രതിപക്ഷ എംപിമാരെ പുറത്താക്കുന്ന സസ്പെൻഡ് ചെയ്യുന്ന നടപടിയുണ്ടായി. പിന്നീടാണ് ഇത് സംയുക്ത പാർലമെന്ററി സമിതി, അതായത് JPC 31 അംഗങ്ങളുണ്ടായിരുന്നു, അതിലേക്ക് വിട്ടത്. അതിൽ ഭൂരിപക്ഷവും NDA അംഗങ്ങളാണ്. അതിൽ യഥാർത്ഥത്തിൽ പാർലമെന്റിലെ കക്ഷിബലം അനുസരിച്ച് ഒരു തീരുമാനത്തിലേക്ക് പോകാതിരിക്കുക, അത് പ്രതിഫലിക്കാതിരിക്കുക എന്ന ഉദ്ദേശമാണ് യഥാർത്ഥത്തിൽ JPC രൂപീകരിച്ചുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ ചർച്ചകൾ നടക്കുകയും വിശാലമായ അർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് അതിന്മേലൊരു തീരുമാനം ഉണ്ടാകുക എന്നുള്ളതാണ് JPCയുടെ ഉദ്ദേശ ലക്ഷ്യം. അതാണ്. പക്ഷേ അതല്ല യഥാർത്ഥത്തിൽ പ്രതിഫലിക്കപ്പെട്ടുള്ളത് എന്നുള്ളതാണ്. അത്തരത്തിൽ പാർലമെന്ററി മര്യാദകൾ പാലിക്കപ്പെടാതെയാണ് ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. 44 ഭേദഗതികൾ തള്ളിക്കൊണ്ട് 14 ഭേദഗതികൾ, അതായത് NDA BJP ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് വന്നിരിക്കുന്നു. നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്, ഇസ്ലാമിക വിശ്വാസത്തിന്റെ ഭാഗം, ഏറ്റവും അടിസ്ഥാനപരമായി ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്ക് ദൈവത്തിന്റെ പേരിൽ സമർപ്പിക്കുന്ന വസ്തുവാണ്, ദാനം ചെയ്യുന്ന വസ്തുവാണ് വഖഫ്. യഥാർത്ഥത്തിൽ ഖുറാനിൽ വഖഫ് എന്നൊരു വാക്കില്ല, പക്ഷേ ദാനത്തെക്കുറിച്ച് വിശാലമായി പറയുന്നുണ്ട്. അപ്പോൾ ആ ദാനധർമ്മമാണ് വഖഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വരുമാനം പ്രതീക്ഷിക്കാതെ ചെയ്യുന്നതാണ്. അതിന് വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നടപടിയെടുക്കേണ്ടതാണ്.